Good morning, sir. Ansi, good morning. Good morning, sir. Narmada, good morning. കഴിഞ്ഞ ക്ലാസ്സിൽ ആൻസിനെ കണ്ടില്ല എന്ന് തോന്നുന്നു. സാർ ഞാൻ കയറിയില്ല. എനിക്ക് കുഞ്ഞിന് സ്കൂളിൽ കുഞ്ഞിന് ഒരു അവാർഡ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ആവശ്യത്തിന് പാരന്റ്സ് പോകണമായിരുന്നു. എന്താ അവാർഡാണ്? ഇവർക്ക് ഒരു എക്സാം PCM 3 എക്സാം ഉണ്ടായിരുന്നു. അതില് 90% എബോ ഉള്ള കുഞ്ഞുങ്ങൾക്ക് അവാർഡ് ഉണ്ടായിരുന്നു. അപ്പൊ മോൾക്ക് 90% എബോ ഉണ്ടായിരുന്നു. PCM അല്ല, സൂപ്പർ കിഡ് ദീപിക എക്സാം എന്ന് പറയുന്നത്. PCMന് ചേർത്തിട്ടില്ലായിരുന്നു ഞാൻ മോളെ. അതുണ്ടായിരുന്നു, ചേർത്തില്ല. അപ്പൊ മകൾക്കാണോ മകനാണോ? മകളാണ്, മൂത്തയാള് മകളാ. മകൻ സ്കൂളിൽ ചേർക്കാനായിട്ടില്ല. മകളോട് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ അറിയിക്കുക. താങ്ക് യു സർ. പ്രവീണ രാജ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ആഴ്ച കണ്ടില്ലല്ലോ. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു, സുഖമില്ലായിരുന്നു. അഡ്മിറ്റ് ആയിരുന്നു. ഇവിടെ ഞാനിപ്പോ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കാൻ ചില ആളുകളെയൊക്കെ മനസ്സിൽ ഇങ്ങനെ കണ്ടുവച്ച ആൾക്കാരുണ്ട്. അപ്പൊ കഴിഞ്ഞ ആഴ്ച ഞങ്ങളിങ്ങനെ 3 സ്വപ്നങ്ങളെ കുറിച്ച് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഡ്രീം ജോബിനെ കുറിച്ച്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഞാനിങ്ങനെ ചില ആളുകളൊക്കെ നമുക്കറിയാലോ, പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വെറൈറ്റി സംഗതി പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. നോക്കിയപ്പോ കണ്ടില്ല, അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചാണ്. ഓക്കെ, അപ്പൊ 17 അല്ല, കുഴപ്പമില്ല. യെസ്, ഐഷ ഗുഡ് മോർണിംഗ്. നർമിത ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. യെസ്, ഓക്കെ. വെയിറ്റ് ചെയ്യണോ നമുക്ക്? ഗുഡ് മോർണിംഗ് സർ. യെസ്, പ്രവീണ രാജ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. യെസ്, ഫിസിക്കലി ഓക്കെ ആയോ പ്രവീണ? ഇപ്പൊ ശരിയായി സർ, ഇപ്പൊ ശരിയായി. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എങ്ങനെ പ്രയർ ഉണ്ടോ? ഓക്കെ അൻസി, സ്റ്റാർട്ട് ചെയ്യാനാണോ സർ? ആരും കേറിയില്ല. പ്രയറും തോട്ട് ഓഫ് ദ ഡേയും സൈനിങ് ഓണൊക്കെ നമുക്ക് ചെയ്ത് വെക്കാം. അപ്പോഴേക്കും ഓരോരുത്തരും ഓരോന്ന് വിചാരിക്കാം. പ്രയർ പാടാനോ? യെസ്. Make me a servant, humble and meek. Lord, let me lift up those who are weak, and make the prayer of my heart always being. Make me a servant, make me a servant today. Even though you were in the form of God, you took the form of a slave, and you touched me mouth and appointed me, so God excited your name. Make me a servant, humble and meek. Lord, let me lift up those who are weak, and make the prayer of my heart always being. Make me a servant, make me a servant today. Thank you, sir. ഓക്കെ, എവിടേക്കോ കേട്ടം മറന്ന ഒരു ഭക്തിഗാനത്തിന്റെ, മലയാളം ഭക്തിഗാനത്തിന്റെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ ആൻസി. അയ്യോ സാർ, ഇത് നമ്മുടെ പള്ളിയിൽ പാടുന്ന ഇംഗ്ലീഷ് ഇതിന്റെ സോങ് ആണ്. നമ്മള് പള്ളിയില് മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. അപ്പൊ ഇംഗ്ലീഷിൽ നമ്മള് ആ ടൈമിന് പാടുന്ന പാട്ടാ. യെസ്, ഓക്കെ. ഞാനിപ്പോ പറയുമ്പോ ഞാനൊരു ഓർമ്മ പറയാം. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ, പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് എടുത്തത് ലാറ്റിൻ ആയിരുന്നു. അപ്പോ അത് പഠിപ്പിച്ചിരുന്നത് ഒരു പള്ളിയിൽ അച്ഛനായിരുന്നു, കോളേജില് പ്രൊഫസറായിട്ടുണ്ട് പുള്ളി. അപ്പൊ പുള്ളി ഇതൊക്കെ പാട്ടൊക്കെ എഴുതുന്ന ഒരാളാണ്. പഴയ സത്യദൈവ സോനുവേ അതൊക്കെ പുള്ളിയുടെ പാട്ടാണ്, ഒരുപാട് പാട്ട്. പുള്ളി പക്ഷെ ലൈസൻസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഔദ്യോഗികമായിട്ട് പുള്ളിയുടെ പാട്ട് പുള്ളിക്കത് വിൽക്കാൻ പറ്റില്ല. അന്ന് പുള്ളി പാടുന്ന പാട്ടുകളെല്ലാം സംഗീതം ചെയ്തിരുന്നത് ജോബ് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. ജോബ് മാസ്റ്റർ എന്നാണ് അദ്ദേഹത്തിന്റെ വിളിക്കുന്ന പേര്. അദ്ദേഹത്തിന്റെ വീട് കളമശ്ശേരിയിലായിരുന്നു.
ഞാൻ അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു വർഷം മ്യൂസിക് പഠിച്ചിട്ടുണ്ട്. ആരുടെ കീഴിൽ? ഈ ജോബ് മാസ്റ്റർ. ഈ ജോബ് മാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് അറിയില്ലായിരുന്നു. അദ്ദേഹമാണ് റോസി എന്ന് പറഞ്ഞ സിനിമയില് അല്ലിയാമ്പൽ കടവിൽ നരക്കി വെള്ളം അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ എന്ന പാട്ടിന് സംഗീതം കൊടുത്തേക്കണാണ് ഈ ജോബ് മാസ്റ്റർ. ജീവിതത്തിന്റെ ഗതിവേഗങ്ങളിൽ എങ്ങും എത്തപ്പെടാണ്ട് പോയ കഴിവുള്ള ഒരു മ്യൂസീഷ്യൻ ആയിരുന്നു ഈ ജോബ് എന്ന് പറഞ്ഞ ജോബ് മാസ്റ്റർ. യെസ്. അപ്പോ പുള്ളി പാടാറുള്ള ചില പാട്ടുകളൊക്കെ എന്റെ ഇതിലും എവിടേക്കോ ഒരു സാമ്യം തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, നിർമ്മിത, ആരാണ് തോട്ട് ഓഫ് ദി ഡേ ഓർ സൈനിങ് ഓൺ? Thought of the day. Okay. Every new day is a new opportunity to learn. Thank you, sir. കറക്റ്റ്. ഓരോ ദിവസവും പുതിയ അവസരങ്ങൾ നേടിയിട്ടുള്ള ഒരു യാത്രയാണ്. ഭാരതി, ജിൻസി, റസീന, സബിത, ഗുഡ് മോർണിംഗ്. Good morning, sir. Good morning, sir. Good morning, sir. വായിക്കുന്നവർക്ക് ഗുഡ് മോർണിംഗ് നേരത്തെ കൊടുത്തതാണ്. യെസ്. ഓക്കെ 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 ഓക്കെ. Then signing on. യെസ്. അപ്പൊ സൈനിങ് ഓൺ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് വരാം. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് പുതിയ ഒരു ചാപ്റ്റർ ജസ്റ്റ് പറഞ്ഞോ. അല്ല സർ, സൈൻ ഇൻ പറയാൻ പോയത് സാറില്ല, വേണ്ട. അതാ പറഞ്ഞു നിർമ്മിത. ഇല്ല. Sir, പറയാം. The thirsty crow. One hot day, a crow was very thirsty. It searched for water everywhere. At last, it found a pot with a little water at the bottom. The crow could not reach the water. It thought of an idea. The crow picked up small stones and dropped them into the pot. Slowly, the water level rose up. The crow drank water and flew away happily. Moral of the story: where there is a will, there is a way. Thank you, sir. Yes. If there is a will, there is a way. മാർഗമുണ്ടെങ്കിൽ, മനസ്സുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്തുണ്ട്? ഒരു മാർഗവും അതിനും കൂടെ ഉണ്ട്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ ഒരിക്കലേ അതിരപ്പള്ളിയിൽ നിൽക്കണം, അതിരപ്പള്ളി. അപ്പൊ അതിരപ്പള്ളിയില് ആ വാട്ടർഫാൾസിന്റെ മുകളിൽ നിൽക്കണം. അപ്പൊ അവിടെ നിന്ന് കഴിഞ്ഞപ്പോ അവിടെ ധാരാളം ടൂറിസ്റ്റുകൾ വേറെയൊക്കെ ഉണ്ട്. അപ്പോ രണ്ട് ചെറിയ കടകളാണ്, സ്നാക്സ് ഒക്കെ വിൽക്കുന്ന കടയും കൂൾ ഡ്രിങ്ക്സ് വിൽക്കുന്ന കടയുണ്ട്. അപ്പൊ അവിടെ ഫ്രൂട്ടി അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ ആളുകള് വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒരു പെൺകുട്ടി ഒരു ഐസ്ക്രീമും വാങ്ങിച്ചോണ്ട് ഇങ്ങനെ ഇറങ്ങി വരരുത്. അപ്പൊ വലിയൊരു കുരങ്ങൻ വന്നിട്ട് ആ പെൺകുട്ടി അങ്ങനെ തടഞ്ഞങ്ങട് നിർത്തിയിട്ട് അതിന്റെ കയ്യിലുള്ള രണ്ട് ഐസ്ക്രീമിലൂടെ ഐസ്ക്രീം അതാ വാങ്ങിച്ചിട്ടാണ് പോയി. അതങ്ങനെ പോയിട്ട് ഈ കോൺ ഐസ്ക്രീം ആയിരിക്കും. എന്നിട്ട് അവിടെ പോയിട്ട് വേറെ സ്ഥലത്ത് മറ്റൊരു മുകളിൽ പോയിട്ട് സുഖമായിട്ട് കഴിക്കുക. പെൺകുട്ടി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. യെസ്, ബാക്കി വരണം. അപ്പൊ ഞാൻ ഇത് പറയാൻ വേണ്ടിയിട്ടല്ല വിചാരിച്ചത്. അപ്പൊ വേറെ ഞാനിങ്ങനെ ശ്രദ്ധിക്കും, വേറൊരു കുരങ്ങൻ, ഇഷ്ടം പോലെ കുരങ്ങന്മാർ അവിടെ ഉണ്ട്, അവിടെ പോയിട്ടെന്ന് അറിയാം. വേറൊരു കുരങ്ങൻ വന്നിട്ടേ ഇങ്ങനെ തപ്പി അതിൽ നിന്നൊരു ഫ്രൂട്ടി എടുത്തിട്ട് ഇങ്ങനെ കിളിക്ക് നോക്കി കഴിഞ്ഞപ്പോ അതിൻ്റെ അകത്ത് ഫ്രൂട്ടിയുടെ മനസ്സിലായി. കാരണം അതിൻ്റെ അകത്ത് സംഗതി ഉണ്ട്, ആരോ കുടിച്ചിട്ട് പകുതിയായപ്പോ കളഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ ഈ ഫ്രൂട്ടി കയ്യിൽ വെച്ചിട്ട് പുള്ളി ഈ കുരങ്ങൻ ആ വേസ്റ്റ് ബിന്നിൽ വീണ്ടും തെരഞ്ഞിട്ട് അതിൽ നിന്നൊരു സ്ട്രോ എടുത്തിട്ട് ഇതിൻ്റെ അകത്തിട്ട് കുടിക്കണം. ഞാൻ കണ്ടതാണ്. ഇപ്പൊ ഇവിടെ നിർമ്മിത കല്ലെടുത്ത കേസ് പറഞ്ഞില്ലേ? യെസ്, ഇപ്പോഴത്തെ ക്രോ ആണെങ്കിൽ, യെസ് പറഞ്ഞോളൂ നിർമ്മിത. ഒന്നില്ല സർ. യെസ്, ഇപ്പോഴത്തെ ക്രോ ആണെങ്കിൽ എന്ത് കൊണ്ടുവരും? ഒരു സ്ട്രോ കൊണ്ടുവരും. യെസ്. അപ്പൊ ഈ കുരകൻ എന്ത് ചെയ്യണ്? ആ ഫ്രൂട്ടി കിട്ടി കഴിഞ്ഞപ്പോ സ്ട്രോ ഇട്ട് കുടിക്കും. ഓക്കെ. അപ്പൊ ഞാനിതിപ്പോ നിർമ്മിത കഥ പറഞ്ഞപ്പോ ഓർത്തതാണ്. ആർസു, ഗുഡ് മോർണിംഗ്. Good morning, sir. ഓക്കെ, അപ്പൊ ലെറ്റ് സ്റ്റാർട്ട്. അപ്പൊ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് നമ്പർ 3 ആണ്. യൂണിറ്റ് നമ്പർ 3, ദ വെർബ് സിസ്റ്റം ഇൻ ഇംഗ്ലീഷ്. ദ വെർബ് സിസ്റ്റം ഇൻ ഇംഗ്ലീഷ്. അപ്പൊ അതിനെ കുറിച്ച് നമുക്കൊന്ന്
ചെറുതായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഭയങ്കര സിമ്പിൾ ആണ്, അതിനകത്ത് വലിയ കാര്യമായിട്ടൊന്നും തന്നെയില്ല. ഇത് കഴിഞ്ഞിട്ട് വരുന്ന ചാപ്റ്ററിലാണ് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാനായിട്ട് ഉള്ളത്. യെസ്, അപ്പൊ നമുക്കറിയാം, ഞാൻ നിങ്ങളോട് പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് എഴുതുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു സബ്ജക്റ്റ് ഉണ്ടാവും, പിന്നെ ഒരു വെർബ് ഉണ്ടാവും, പിന്നെ ഓബ്ജക്റ്റ് ഉണ്ടാവും, പിന്നെ മാനർ ഉണ്ടാവും, പ്ലേസ് ഉണ്ടാവും, ടൈം ഉണ്ടാവും. യെസ്, അപ്പൊ വെർബ് എന്ന് പറഞ്ഞ സംഗതി വളരെ പ്രധാനപ്പെട്ടതാണ്. വെർബ് എന്ന് പറയുന്ന സംഗതി വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ സെന്റൻസിലും ഉണ്ടാവും വെർബ്. യെസ്, ഓക്കെ. അപ്പൊ ആ വെർബിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. യെസ്, സാധാരണഗതിയിൽ ഒരു വെർബ് എടുത്തു കഴിഞ്ഞാൽ, വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ ടേക്കിംഗ് പ്ലേസ്, അതിന് നമുക്ക് 3 കാലങ്ങൾ പറയാൻ പറ്റും. അതാണ് പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. വേറൊരു രീതിയിൽ പറഞ്ഞാൽ V1, V2, V3. V1, V2, V3 എന്ന് പറയുന്നതും പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നതും സെയിം ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഗോ എന്ന് പറയുന്ന ഒരു വേർഡ്, അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വെന്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഗോൺ, ഗോ വെന്റ് ഗോൺ. ലുക്ക് എന്ന് പറയുന്ന ഒരു വേർഡ്, അതിന്റെ അപ്പുറത്ത് അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ലുക്ഡ്, LOOKED, പാസ്റ്റ് പാർട്ടിസിപ്പിളും LOOKED, ലുക്ഡ്. യെസ്, അപ്പൊ അങ്ങനെ ഈ 3 ടെൻസുകൾ നമുക്ക് പറയാവുന്നതിന് നമുക്ക് പറയുന്ന പേരാണ് വെർബിനെ. ഞാൻ അത് പറഞ്ഞില്ല, വെർബിനെ നമുക്ക് 2ആയിട്ട് വിഭജിക്കാം. 2ആയിട്ട് വിഭജിക്കുന്നതിൽ ഒന്നാമത്തെ പറയുന്ന പേരാണ് മെയിൻ വെർബ്. മെയിൻ വെർബ് എന്ന് ഞാൻ പറഞ്ഞ സംഗതി ഇതാണ്. ഇത് പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ചിലപ്പോൾ അത് 3 ഡിഫറെന്റ് ആയിരിക്കും, ചിലപ്പോൾ അത് 3 ഒന്ന് തന്നെ ആയിരിക്കും. ഇപ്പോ കട്ട് എന്ന് പറയുന്ന വേർഡ് പറഞ്ഞാൽ അതിന്റെ പ്രസന്റും കട്ടാണ്, പാസ്റ്റും കട്ടാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും കട്ട് തന്നെയാണ്. യെസ്, ഐഷ, ഐഷ അസ്ലാം. യെസ്, ഐഷ വരുമെന്ന് വിചാരിക്കാം. ദെൻ സബിത. ഓക്കെ, ഞാനൊരു സെന്റൻസ് പറയുന്നു. ഐ കട്ട് വെജിറ്റബിൾ യെസ്റ്റർഡേ. ഐ കട്ട് വെജിറ്റബിൾസ് യെസ്റ്റർഡേ എന്ന് പറഞ്ഞ സെന്റൻസിൽ കട്ട് എന്ന് പറയുന്ന വേർഡ് അത് പ്രസന്റ് ടെൻസ് ആണ്, പാസ്റ്റ് ടെൻസ് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്? ഐ കട്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? എങ്ങനെ മനസ്സിലായാൽ പ്രസന്റ് ആണ്? കാരണം അതിന്റെ പ്രസന്റ് ടെൻസ് കട്ടുന്നതാണ്, പാസ്റ്റ് ടെൻസ് കട്ടുന്നതാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ പാസ്റ്റ്. യെസ്, ഇപ്പോഴാണ് യെസ്റ്റർഡേ എന്നുള്ള ക്ലിക്ക് ചെയ്തത് അല്ലെ? വെരി ഗുഡ്, വെരി ഗുഡ് സവിത, കറക്റ്റ് ആയി. യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ ഇതിന്റെ അകത്ത് ഞാൻ ഉപയോഗിച്ച സെന്റൻസിൽ ഐ കട്ട് വെജിറ്റബിൾസ് യെസ്റ്റർഡേ എന്ന് പറഞ്ഞ സെന്റൻസിൽ ആ കട്ട് എന്ന് പറയുന്ന വേർഡ് അത് ഏതാണ്? അത് പാസ്റ്റ് ടെൻസ് ആണ്. അത് എങ്ങനെ സബ്ജക്റ്റ് മനസ്സിലായി? യെസ്റ്റർഡേ എന്നുള്ള ഒരു ടൈമിനെ സൂചിപ്പിക്കുന്ന വേർഡ് അതിനകത്ത് മനസ്സിലായി. യെസ്, അപ്പൊ അതുകൊണ്ട് മനസ്സിലായി അത് പാസ്റ്റ് ടെൻസ് ആണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അങ്ങനെ നമുക്ക് പറയാം പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അങ്ങനെ വരുന്ന വേർഡുകളെ നമുക്ക് എന്ത് പറയാം? മെയിൻ വെർബ് എന്ന് പറയാം. അപ്പോ വെർബ് that can be grouped into 2. One is main verb. അല്ല, ഒന്നാണ് മെയിൻ വെർബ്. രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ രണ്ടാമത്തെ ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് ഓക്സിലറി വെർബ് എന്ന് പറയും. എന്താണ്? അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയും. ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയാം, ഓക്സിലറി വെർബ് എന്ന് പറയും. ആ ഓക്സിലറി വെർബിന്റെ കീഴിൽ വരുന്നതാണ് ഈസ്, ആം, ആറ്, വാസ്, വേറ്, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്. യെസ്, ഇത്രയും അതിന്റെ കീഴിൽ വരുന്നതാണ് ഈ ഹെൽപ്പിംഗ് വെർബിന്റെ കീഴിൽ വരുന്നതാണ്. ഞാൻ കൂടി പറയാം. ഈസ്, ആം, ആറ്, വാസ്, വേറ്, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്. ഇത് കൂടാതെ ഹെൽപ്പിംഗ് വെർബ് ഉണ്ട്. വില്ല്, ഷാല്, ക്യാൻ,
could, would, should, must, may, might ഇതെല്ലാം ഏതാണ് ഹെൽപ്പിംഗ് വെർബിന്റെ കീഴിൽ വരുന്നത്. യെസ്, അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഹെൽപ്പിംഗ് വെർബിനെ രണ്ടായിട്ട് വിഭജിക്കും. രണ്ടായിട്ട് വിഭജിച്ച് കഴിഞ്ഞാല് ഒന്നിനെ മെയിൻ വെർബ് എന്നും രണ്ടാമത്തേനെ ഹെൽപ്പിംഗ് വെർബ് എന്നും പറയും. ഈ ഹെൽപ്പിംഗ് വെർബിൽ തന്നെ വീണ്ടും അത് രണ്ടാക്കിയിട്ടുണ്ട്. ഹെൽപ്പിംഗ് വെർബ് ഞാനിപ്പോ കോമൺ ആയിട്ട് നമുക്കത് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ഞാൻ പറയേണ്ടത്. ആ ഹെൽപ്പിംഗ് വെർബിൽ തന്നെ ഈസ്, ആം, ആറ്, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ് എന്നുള്ളതിന് ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള അതായത് ഷാല്, ഷുഡ്, വില്ല്, വുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, അപ്പൊ ഇങ്ങനെയുള്ളതിനൊക്കെ ഹെൽപ്പിംഗ് വെർബ് തന്നെയാണ്. പക്ഷെ അതിന്റെ മുമ്പിൽ ഒരു വേർബ് കൂടി ചേർക്കണം, മോഡൽ ഹെൽപ്പിംഗ് വെർബ് കൂടി ചേർക്കണം. യെസ്, അപ്പോ ഞാനങ്ങനെ മോഡൽ ഹെൽപ്പിംഗ് വെർബ് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പക്ഷെ അങ്ങനെ അത് രണ്ടാക്കി തിരിക്കാന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ ഓക്കെ. ഓക്കെ, അപ്പോ സംഗതി നമുക്ക് പിടികിട്ടി. യെസ്, ഇനി നമ്മളിവിടെ ഒരു ഹെൽപ്പിംഗ് വെർബ് ഉപയോഗിച്ച് ഒരു സെന്റൻസ് നമ്മളിവിടെ പറയാം. ആ സെന്റൻസ് ഞാനിവിടെ എഴുതാം. ആ സെന്റൻസ് ഇതാണ്, ഷീ ഈസ് ഗോയിങ്. ഞാൻ സെന്റൻസ് ഇവിടെ എഴുതുന്നു, ഷീ ഈസ് ഗോയിങ്. അപ്പൊ ഷീ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, ഗോ എന്ന് പറയുന്നത് മെയിൻ വെർബാണ്, ഈസ് എന്ന് പറയുന്നത് ഓക്സിലറി വെർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബാണ്. ഓക്സിലറി വെർബ് ഹെൽപ്പിംഗ് വെർബ് സെയിം ആണ് കേട്ടോ. ഓക്സിലറി ഹെൽപ്പിംഗ് അർത്ഥമാണ്. അപ്പൊ ഷീ ഈസ് ഗോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പോവുകയാണ്. അപ്പൊ ഏത് സെന്റൻസ് നമ്മൾ എഴുതി കഴിഞ്ഞാലും ആ സെന്റൻസിലെ ഓക്സിലറി വെർബ് ആദ്യം പറയുകയാണെങ്കിൽ അതൊരു ചോദ്യമായിട്ട് മാറും. എന്താ ടേണിംഗ് ടു എ ചോദ്യമായിട്ട് മാറും. അപ്പൊ ഇതിന്റെ അകത്ത് ഷീ ഈസ് ഗോയിങ് എന്ന് പറയുന്ന വാചകത്തിലെ ഓക്സിലറി വെർബ് ഈസ് ആണ്. ആ ഈസിനെ നമ്മളൊന്ന് ആദ്യം പറയും. അപ്പൊ എന്തായി? ഈസ് ഷീ ഗോയിങ്. അപ്പൊ അതെന്തായി? ചോദ്യമായി. ഈസ് ഷീ ഗോയിങ്. യെസ്, ഞാൻ വേറൊരു വാചകം കൂടെ പറയാണ്. ദേ ആർ റീഡിങ്. READING, റീഡിങ്. അവർ വായിക്കുകയാകുന്നു. അപ്പൊ അതിന്റെ അകത്ത് ഓക്സിലറി വെർബ് ഏതാണ്? ആറാണ്. ആറിനെ നമ്മൾ ആദ്യം പറയാണ്. അപ്പൊ എന്തായി? ആർ ദേ റീഡിങ്. അപ്പൊ ചോദ്യമായി. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കാം, ഒരു സെന്റൻസിലെ ഓക്സിലറി വെർബ് ആദ്യം വന്നു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറുന്നു? ദാറ്റ് ടേൺ ഇൻടു എ ക്വസ്റ്റ്യൻ, ഒരു ചോദ്യമായിട്ട് മാറുന്നു. അപ്പൊ ഇവിടെ നോക്കി, ആദ്യത്തെ വാചകം ഷീ ഈസ് റീഡിങ്. അവൾ വായിക്കുകയാകുന്നു. അതിലെ ഓക്സിലറി വെർബ് ആയിട്ടുള്ള ഈസ് നമ്മൾ ആദ്യം പറയുമ്പോൾ ഈസ് ഷീ റീഡിങ്, അപ്പൊ ക്വസ്റ്റ്യൻ മാർക്ക്. അവൾ വായിക്കുകയാകുന്നോ? യെസ്. രണ്ടാമത്തെ നോക്കി, അല്ല, പോവുകയാകുന്നു. രണ്ടാമത്തെ നോക്കി, ദേ ആർ റീഡിങ്. അവർ വായിക്കുകയാകുന്നു. അതില് ആറ് നമ്മൾ ആദ്യം പറയുകയാണ്. ആദ്യം പറഞ്ഞപ്പോ എന്തായി? ആർ ദേ റീഡിങ്. അവർ വായിക്കുകയാകുന്നോ? ക്വസ്റ്റ്യൻ മാർക്ക്. യെസ്, അതെന്തായിട്ട് മാറുന്നു? ചോദ്യമായിട്ട് മാറുന്നു. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെച്ചേക്ക, ഓക്സിലറി വെർബ് ആദ്യം വരികയും അത് അങ്ങനെ ചോദ്യമായിട്ട് മാറുകയും ചെയ്താൽ അത് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിരിക്കും. നോക്കി, ആദ്യത്തെ വാചകം നോക്കി, ഷീ ഈസ് റീഡിങ്. അത് നമ്മൾ ചോദ്യമാക്കി. ഈസ് ഷീ റീഡിങ്. അവൾ, സോറി, റീഡിങ് അല്ല, ഗോയിങ് ആണ്. ഈസ് ഷീ ഗോയിങ്. അവൾ പോവുകയാകുന്നു. രണ്ട് ആൻസർ പറയാം. യെസ്, ഷീ ഈസ് ഗോയിങ്. നോ, ഷീ ഈസ് നോട്ട് ഗോയിങ്. രണ്ട് ആൻസറിന് ചാൻസ് അല്ലേ? അപ്പൊ നമുക്ക് പറയാം, ഓക്സിലറി വെർബ് ആദ്യം വന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചാൽ അതെന്താണ്? അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. യെസ് അല്ലെങ്കിൽ നോ എന്നാണ് അതിന്റെ ആൻസർ. ഓക്കെ,
ഇപ്പൊ നമുക്ക് വേറെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ച് ബാഗ് അവിടെ ഇരിക്കുക. ഇതിലേതാണ് നിങ്ങളുടെ ബാഗ് എന്നുള്ളത്? വിച്ച് ഈസ് യുവർ ബാഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രവീണ പറയും ദാറ്റ് റെഡ് കളർ ഈസ് മൈ ബാഗ്. ആ റെഡ് കളർ എന്റെ ബാഗാണ്. അവിടെ യേസ് അല്ലെങ്കിൽ നോ എന്നുള്ള ആൻസർ വേണ്ട. കാരണം അവിടെ ക്വസ്റ്റ്യൻ പേരാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വിച്ച് വെച്ചാണ് ആരംഭിച്ചേക്കുന്നത്. അപ്പൊ വിച്ച്, വാട്ട്, ഹൂ, ഹൂസ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേര് വെച്ച് വരുമ്പോൾ യേസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ല. നേരെ മറിച്ച് ഓക്സിലറി വെർബാണ് ആദ്യം വരുന്നതെങ്കിൽ അതെന്താണ്? യേസ് അല്ലെങ്കിൽ നോ ആണ്. അത് ആദ്യം പറഞ്ഞിട്ട് വേണം നമ്മൾ പാർട്ടിസിപ്പേഷൻ പറയാൻ. നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാകുന്നോ? യെസ്, ഐ ആം ഈറ്റിംഗ് ഫുഡ്. അല്ലെങ്കിൽ നോ, ഐ ആം നോട്ട് ഈറ്റിംഗ് ഫുഡ്. നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. സബിത ഇപ്പൊ എവിടെ ചെയ്യുന്നു? റസീനയുടെ വീട്ടിൽ ചെല്ലുന്നു. അപ്പൊ റസീന വരാന്തിരുന്ന് ചായ കുടിക്കണം. ഇത് സബിതക്ക് കാണാം. എന്നാലും സബിത ചെല്ലുമ്പോ ഒരു കുശലത്തിന്റെ പേര് ചോദിക്കും, ചായ കുടിക്കുകയാണല്ലേ? അപ്പൊ റസീന നല്ല മൂഡിലാണ് ആ ചായ കുടിക്കണം. റസീന മൂഡ് മോശം എടുക്കുന്ന പറയും, കണ്ടൂടെ അല്ലേ? യെസ്. അപ്പൊ റസീന ആയതുകൊണ്ട് അങ്ങനെ ചോദിക്കില്ല. എന്ത് പറയുന്നു? ആ ചായ കുടിക്കുക എന്ന് പറയും. അപ്പൊ സബിത എങ്ങനെ ചോദിക്കും? ആർ യു ഡ്രിങ്കിങ് ടീ? നിങ്ങൾ ചായ കുടിക്കുകയാകുന്നോ? അപ്പൊ റസീന എന്ത് പറയും? യെസ്, ഐ ആം ഡ്രിങ്കിങ് ടീ. അല്ലെങ്കിൽ ചായ കുടിച്ചു കഴിഞ്ഞു, ഗ്ലാസ് മാത്രമേ അവിടെ ഇരിപ്പുള്ളൂ. അപ്പൊ എന്ത് പറയും? ഐ ആം നോട്ട് ഡ്രിങ്കിങ് ടീ. യെസ്. ഓക്കെ. അപ്പൊ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് ഓക്സിലറി വെർബ് ആദ്യം വരുന്നത്. നർമിത. ഓക്കെ. ജിൻസി. സാർ. ഓക്കെ ആയാ? ഓക്കെ സാർ. ഓക്കെ സാർ. നർമിത ജിൻസിയോട് ആർ യു എന്ന് തുടങ്ങുന്ന 2-3 ചോദ്യം ചോദിച്ചു, വിശേഷങ്ങൾ ചോദിക്കുന്ന. അപ്പൊ ജിൻസി ഒക്കെ മറുപടി പറയുമ്പോൾ യേസ് എന്ന് ഉപയോഗിക്കാം, നോ എന്ന് ഉപയോഗിക്കാം. ഞാൻ എക്സാമ്പിൾ ചോദിക്കുകയാണ്. ആർ യു ലിസണിങ് ഇംഗ്ലീഷ് ക്ലാസ് ജിൻസി? യെസ് സാർ. അല്ല, യെസ് അത് പറഞ്ഞു. അതിന്റെ ആൻസർ യെസ്, ഐ ആം ലിസണിങ്. കണ്ടോ? ഓക്കെ. നോ, ഐ ആം നോട്ട് ലിസണിങ്. അങ്ങനെ യെസ് അല്ലെങ്കിൽ നോ ആദ്യം പറയുന്നു, പിന്നെ സെന്റൻസ്. Are you happy today? Yes, I am happy. Yes. Okay. Are you feeling well? Yes, I am well. Yes, I am feeling well. ചോദിക്കുന്ന ചോദ്യത്തിലെ വാക്കെടുത്ത് മറുപടി പറയാം. അതൊക്കെ ഒരു ഭംഗി. എവിടെ പോകുന്നു? പറവൂർക്ക് പോകുന്നു. എവിടെ പോയി? മലപ്പുറത്ത് പോയി. കണ്ടാ? പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ പോകുന്നു എന്നല്ല പറയാ. പോയത് എവിടെയാന്ന് ചോദിക്കുമ്പോൾ പോയി എന്നല്ല പറയാം. ഓക്കെ. എപ്പോഴും അതേ സ്റ്റൈലിൽ പറയണം കേട്ടോ. ഓക്കെ ഓക്കെ. ചോദിച്ചോ, ആർ യു ഫീലിംഗ് വെൽ എന്ന് ചോദിച്ചപ്പോൾ യെസ്, ഐ ആം ഫീലിംഗ് വെൽ. കണ്ടോ? അല്ലെങ്കിൽ നോ, ഐ ആം നോട്ട് ഫീലിംഗ് വെൽ. ആ ഫീൽ എന്നുള്ള വാക്ക് പറഞ്ഞത് ചോദ്യത്തിലുണ്ടായിരുന്നു. അവിടെ നിന്ന് തോന്നിയെടുത്തു. യെസ്. ഓക്കെ. യു ക്യാൻ ആസ്ക് another question. Are you interested in reading stories? Once again, Narmida. Are you interested in reading stories? Yes, I am interested in reading stories. Yes, very good. Yes, I am interested in reading stories. Correct. അങ്ങനെ പറഞ്ഞു. അല്ലെങ്കിൽ no, I am not interested in reading stories. Okay. നർമിത ചോദിച്ചോളൂ. Are you my friend? Yes, you are my friend. Yes. Oh, നർമിത വേറെ ലെവലാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. നർമിതനെ നമ്മൾ അതുകൊണ്ടല്ല, നർമിതനോട് ഞാൻ ചോദിക്കുകയും ചെയ്തു. അപ്പൊ തന്നെ നർമിത ചോദ്യത്തിന് തുടങ്ങി. നല്ല വെറൈറ്റി ആണ് ചോദ്യം. നർമിതക്ക് ആലോചിക്കാൻ നേരം കിട്ടിയിട്ടില്ല. ഓരോ സമയം നർമിതക്ക് ആലോചിക്കുകയും വേണം, ചോദിക്കുകയും വേണം, അടുത്ത ചോദ്യത്തിനെ കുറിച്ച് ചിന്തിക്കുകയും വേണം. ഓക്കെ നർമിത, വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെ ആവണം, അങ്ങനെ ആയിരിക്കണം. കണ്ടിന്യൂ. നീണ്ട ചോദ്യങ്ങൾ എന്താ? വെറൈറ്റി. Are you hungry now? Yes. No, I'm not hungry now. I am not hungry. Yes. ഈ ആറ് തന്നെ വേണമെന്നില്ല കേട്ടാ. ഹാവോ, വേറോ, ഇഷ്ടമുള്ള വാക്കൊക്കെ ഉപയോഗിച്ചോ. ഓപ്ഷണൽ വെർബ്, അതായത് നേരത്തെ പറഞ്ഞ ഏതൊക്കെ? ഈസ്, ആം, ആറ്, വാസ്, വേർ, ഹാസ്,
have, had, do, does, did. ഇത്രയും വേർഡുകൾ ആദ്യം വരും. നമുക്ക് വേണമെങ്കിൽ ഡു വെച്ച് വേണമെങ്കിൽ ജിൻസിയോട് ചോദിക്കാം, ഡു യു നോ the way to do you know the way to post office? Post office ലേക്കുള്ള വഴി അറിയാമോ? ഉണ്ട്. അപ്പൊ No, yes, sir, I don't know. yes അല്ലെങ്കിൽ no. No, I don't know. No, I don't know. അത് പറയാം. Yes. അല്ലെങ്കിൽ ചോദിക്കാം, do you know വേറെ എന്തെങ്കിലും ഹോസ്പിറ്റലോ. അപ്പൊ നമ്മളിപ്പോ ആരോടെങ്കിലും വഴിയിൽ നിന്ന് ചോദിക്കുമ്പോൾ ഡു യു നോ എന്ന് ചോദിക്കൂലേ? പക്ഷേ വഴിയിൽ വെച്ച് ആരെങ്കിലൊക്കെ ചോദിക്കുമ്പോ കുറച്ചുകൂടി പൊളൈറ്റ് ആവും. എന്താണ് കുറച്ചുകൂടി പൊളൈറ്റ്? വുഡ് യു പ്ലീസ്, ഇതാ വാക്ക് ഉപയോഗിക്കണം. അതാണ് കുറച്ചുകൂടി മാന്യമായിട്ട്. വുഡ് യു പ്ലീസ് ടെൽ മീ ദ വേ ടു ദ പോലീസ് സ്റ്റേഷൻ, വുഡ് യു പ്ലീസ് ടെൽ മീ ദ വേ ടു പോസ്റ്റ് ഓഫീസ്. വുഡ് യു പ്ലീസ് ചോദിക്കുമ്പോൾ കുറച്ചുകൂടി എന്തായി? പൊളൈറ്റ്. നിങ്ങള് കുറച്ച് നീങ്ങിയിരിക്കുകയാണ്, ആ വാതിലിന്റെ അരികത്തിരിക്കുന്ന ആളോട് അതൊന്ന് അടച്ചിടാൻ വേണ്ടി വുഡ് യു പ്ലീസ് ഷട്ട് ദ ഡോർ, വുഡ് യു പ്ലീസ് ക്ലോസ് ദ ഡോർ. യെസ്, അത് വുഡ് യു പ്ലീസ് വിളിച്ചു. ഓക്കെ, നടക്കുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആൻസി ജിനു. യെസ്. ആരതി. യെസ്, ആരതി 2-3 ചോദ്യങ്ങൾ പ്രവീണ രാജിനോട് ചോദിച്ചേ. ഈസ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ് ആദ്യം വരാം, അത്രേ ഉള്ളൂ. ഇഷ്ടമുള്ളത് ചോദിച്ചു. യെസ് അല്ലെങ്കിൽ നോന്നായിരിക്കുന്ന ആൻസർ. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ സർ. എന്തൊക്കെ ചോദിക്കാന്നറിയാതിരിക്കുക. എല്ലാ ദിവസവും എക്സർസൈസ് ചെയ്യാറുണ്ടോ? ചോദിക്കൂ. Are you listening English class? Yes. Yes, I am listening. Okay. Very good, very good. Are you happy today? Yes, I'm happy today. Yes, I am happy today. Very good. പോരട്ടെ ആരതി, ചോദ്യങ്ങൾ പോരട്ടെ. നിങ്ങൾ രണ്ടുപേരും വഴിയിൽ വെച്ച് കണ്ടു വിചാരിക്കും. അപ്പൊ ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി പോലെ. നിങ്ങൾ രണ്ടുപേരും റെസ്റ്റോറന്റിൽ വെച്ച് കണ്ടുമുട്ടി, അപ്പൊ എന്തൊക്കെ ചോദിക്കും? ആ കാര്യം ചോദിച്ചാൽ മതി. ഇല്ല സാർ, കിട്ടുന്നില്ലല്ലോ സാറേ. യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കുഴപ്പമില്ല. യെസ്. അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറയാതെ ഒരു കാര്യം കൂടി പറയാണ്. ഈസ് എന്ന് വെച്ചാലും ആം എന്ന് വെച്ചാലും ആർ എന്ന് വെച്ചാലും സെയിം മീനിങ് ആണ്. മൂന്നും പ്രസന്റ് ആണ്. ഈസ് ആം ആർ ഇതർത്ഥം ആകുന്നു. ആർ യു എന്ന് ചോദിക്കും. അപ്പൊ ഈസ് ആം ആർ സെയിം മീനിങ് ആണ്. സബ്ജക്റ്റ് വന്നതനുസരിച്ചാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഈസ് വേണോ, ആം വേണോ, ആർ വേണോ എന്നുള്ളത്. യെസ്. അടുത്തത് വാസ് എന്ന് പറഞ്ഞാലും വേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം മീനിങ് ആണ്. രണ്ടിന്റെയും അർത്ഥം എന്താണ്? ആയിരുന്നു. ആകുന്നു അല്ല, ആയിരുന്നു. ഈസ് ആം ആറിന്റെ പാസ്റ്റ് ടെൻസ് ആണ്, പാസ്റ്റ് ഫോം ആണ് വാസ് അല്ലെങ്കിൽ വേർ. യെസ്, ആയിരുന്നു കേട്ടോ. യെസ്, വാസ് അല്ലെങ്കിൽ വേർ രണ്ടിന്റെ അർത്ഥം ആയിരുന്നു. അപ്പോ വേണമെങ്കിൽ ഞാൻ ഇന്നലെ അവിടെ വന്നിരുന്നു, ഇന്നലെ വന്നപ്പോ നിന്നെ അവിടെ കണ്ടില്ല. അപ്പൊ നമ്മൾ ചോദിക്കാൻ വേണമെങ്കിൽ വേർ യു റീഡിങ് ന്യൂസ് പേപ്പർ യെസ്റ്റർഡേ? ഇന്നലെ നീ ന്യൂസ് പേപ്പർ വായിക്കുകയായിരുന്നോ? യെസ്, ഐ വാസ് റീഡിങ് ന്യൂസ് പേപ്പർ. നോ, ഐ വാസ് നോട്ട് റീഡിങ് ന്യൂസ് പേപ്പർ. അങ്ങനെ ചോദിക്കാം. ഇനി ഹാവ് ആദ്യം അനുസരിച്ച് ചോദിക്കാം. ഹാവ് യു ഗോൺ ദയർ? നീ അവിടെ പോയോ? നോ, ഐ ഹാവ് നോട്ട് ഗോൺ. അല്ലെങ്കിൽ യെസ്, ഐ ഹാവ് ഗോൺ എന്ന് പറയാം. യെസ്. ഈ ഡിറ്റ് വെച്ച് ചോദിക്കാം. ഡിഡ് യു ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്? നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? യെസ്, ഐ ഡിഡ്. അല്ലെങ്കിൽ നോ, ഐ ഡിഡ് നോട്ട്. അപ്പൊ നമുക്ക് പറയാം ഓക്സിലറി വെർബ് ആദ്യം വന്ന രീതിയിൽ നമുക്ക് ഇത് ചോദിക്കാം, ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് എന്താണ് വെർബ്. വെർബിനെ രണ്ടായിട്ട് വിഭജിക്കാം. മെയിൻ വെർബ് എന്ന് പറയും, ഓക്സിലറി വെർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയും. അപ്പൊ ഏതൊക്കെയാണ് മെയിൻ വെർബായിട്ട് വരുന്നത്,
ഏതൊക്കെയാണ് ഹെൽപ്പിംഗ് വെർബായിട്ട് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. തന്നിരിക്കുന്ന ഒരു വാചകം തന്നു കഴിഞ്ഞാൽ ആ വാചകത്തെ നമ്മളോട് നെഗറ്റീവ് ആക്കാൻ പറയും. ഇതാക്കാൻ പറയും, നെഗറ്റീവ് ആക്കാം. ചേഞ്ച് ദ ഫോളോയിങ് സെന്റൻസ് ഇൻ ടു നെഗറ്റീവ്. എങ്ങനെയാണ് ഇപ്പൊ നെഗറ്റീവ് ആക്കുക എന്നുള്ളത് നോക്കാം. ഒരു സെന്റൻസിനെ നെഗറ്റീവ് ആക്കുക, അത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ ഉള്ള ചോദ്യമാണ്. ചേഞ്ച് ദ ഫോളോയിങ് സെന്റൻസ് ഇൻ ടു നെഗറ്റീവ്. ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ അടിയിൽ 3 ആൻസർ ഉണ്ടാവും. അതിൽ ഏതാണ് കറക്റ്റ് നെഗറ്റീവ് എന്ന് നമ്മൾ അറിയാം. അപ്പൊ നമുക്കറിയാം സാധാരണഗതിയിൽ ഇല്ല എന്ന അർത്ഥം പറ്റുന്നതൊക്കെ നെഗറ്റീവാണ്. വന്നിട്ടില്ല, പോയിട്ടില്ല, എടുത്തിട്ടില്ല, ഉറങ്ങിയിട്ടില്ല, ചിന്തിച്ചിട്ടില്ല, ഇരുന്നിട്ടില്ല, നടന്നിട്ടില്ല. ഇല്ല ഇല്ല എന്ന് വരുന്നതൊക്കെ നെഗറ്റീവാണ്. അതിൻ്റെ അകത്ത് എപ്പോഴും ഒരു നോട്ടോ നെവറോ എന്നുള്ള വാക്കുകളൊക്കെ ഉണ്ടാകും. യെസ്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു വാചകം നേരത്തെ പറഞ്ഞ അതേ വാചകം നമ്മളോട് പറയുന്നു. ഷീ ഈസ് ഗോയിങ്, നമ്മൾ ആദ്യം പറഞ്ഞ വാചകം. യെസ്, ഷീ ഈസ് ഗോയിങ് എന്ന് പറഞ്ഞ വാചകത്തെ നമുക്ക് എന്താക്കണം, നെഗറ്റീവ് ആക്കണം. ബ്രാക്കറ്റിൽ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുകയാണ്, ചേഞ്ച് ഇൻ ടു നെഗറ്റീവ്. അപ്പൊ നിങ്ങളോട് ഒരു സെന്റൻസ് തന്നിട്ട് ആ സെന്റൻസിനെ നെഗറ്റീവ് ആക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് അതിൻ്റെ അകത്ത് ഓക്സിലറി വെർബ് ഉണ്ടോ എന്ന് ആദ്യം ഒന്ന് നോക്കും. ഏതൊക്കെയാണ്? ഈ സാമാറ്, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ്, വില്ല്, ഷാല്, മേ, മൈറ്റ്, ഷുഡ്, കുഡ്, വുഡ്, ഇങ്ങനെയൊക്കെയുള്ള ഓക്സിലറി വെർബിൽപ്പെട്ട ഏതെങ്കിലും അതിനകത്ത് നോക്കാം. അതുണ്ടെങ്കിൽ എളുപ്പമാണ്. യെസ്, അതുണ്ടെങ്കിൽ എളുപ്പമാണ്. അപ്പൊ നമുക്ക് വേറെ നിയമങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. കാരണം അതുണ്ടെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ഒരു നോട്ട്, നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ അത് വയ്ക്കുക. അപ്പൊ നോക്കി, ഷീ ഈസ് ഗോയിങ് എന്ന് പറയുന്ന ആ വാചകത്തില് നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ആ ഓക്സിലറി വെർബില് ഈസ്, അത് കഴിഞ്ഞിട്ട് ഒരു നോട്ട് എന്ന് കൂടി ചേർത്താൽ മതി. അപ്പൊ എന്തായി? ഷീ ഈസ് നോട്ട് ഗോയിങ്. അപ്പൊ നെഗറ്റീവ്. രണ്ടാമത് നമ്മൾ വേറൊരു വാചകം പറഞ്ഞു, ദേ ആർ റീഡിങ്. അപ്പൊ അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ആർ ഓക്സിലറി വെർബ് ഉണ്ട്. ആ ആറിന്റെ അപ്പുറത്ത് എന്ത് ചെയ്യണം? മുമ്പില് ഒരു നോട്ടും കൂടി ചേർക്കും. ആറിന്റെ മുമ്പിൽ ആറ് കഴിഞ്ഞിട്ട് ഒരു നോട്ടും കൂടി ചേർക്കാം. നോട്ടും കൂടി ചേർക്കുമ്പോൾ എന്തായി? ദേ ആർ നോട്ട് റീഡിങ്. അപ്പൊ നെഗറ്റീവായി. അപ്പൊ നമ്മൾ ഇന്ന് വേറൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത്, ഒരു സെന്റൻസിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സെന്റൻസ് വായിച്ചു നോക്കിയിട്ട് അതിൻ്റെ അകത്ത് ഓക്സിലറി വെർബ് എന്ന് പറയുന്ന സംഗതിയുണ്ട്. ഏതൊക്കെയാണ് ഓക്സിലറി വെർബ് നമ്മൾ നേരത്തെ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഒരു നോട്ട് ചേർത്താൽ എന്തായത്? അത് നെഗറ്റീവ് ആയിട്ട്. ഓക്കെ, അടുത്തൊരു വാചകം കേട്ടോ. I am a best student. I am a best student. Rasina? Yes. Also? I am not a best student. Correct. I am not a best student. I am not there. I am not a best student. Yes. അടുത്തത് പ്രവീണ രാജ്. പ്രവീണയോടാണ് കേട്ടോ. I have a few friends. പ്രവീണ രാജ്. എനിക്ക് സാറേ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാമോ? ഓക്കെ. I have a few friends. എനിക്ക് കുറച്ച് സുഹൃത്തുക്കളുണ്ട്. I have not. Yes. friends. I have not a few friends.
നോട്ട് എ ഫ്യൂ ഫ്രണ്ട്സ് അല്ലേ? ഇതിനകത്തൊരു കുഴപ്പമെന്ന് പറയുന്നത് ഈ എ ഫ്യൂ എന്ന് പറയുന്ന പേര് ഒരു പ്രശ്നക്കാരനാണ്. യെസ്, ഓക്കെ ഓക്കെ, മ്യൂട്ട് ചെയ്തോ, ഞാൻ പറയാം. അതായത് ഇത് രണ്ട് രീതിയിൽ നമുക്ക് കറക്റ്റ് ചെയ്യാം. രണ്ട് രീതിയിൽ നമുക്ക് കറക്റ്റ് ചെയ്യാം. ഇതിന്റെ അകത്ത് ആ എ അങ്ങോട്ട് കളഞ്ഞാലില്ലേ അത് നെഗറ്റീവ് ആയിട്ട് പോയി. ഐ ഹാവ് ഫ്യൂ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നെഗറ്റീവാണ്. എ വരുമ്പോൾ ഞാൻ ഇത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവാണ്, ലിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവാണ്, റയർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവാണ്, സെൽഡം എന്ന് പറഞ്ഞാൽ ഈ വേർഡുകളിലൊക്കെ നോട്ട് നമ്മൾ നോക്കുമ്പോൾ കാണില്ല, പക്ഷെ ഇതൊക്കെ നെഗറ്റീവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഫ്യൂ എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. നെഗറ്റീവ് വേർഡ് ഏതൊക്കെയാണെന്നും കൂടെ ഒന്ന് പറയാമോ? യെസ്, അത് നമ്മളെ ക്വസ്റ്റ്യൻ ഡയഗ്രത്തിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും എഴുതിക്കൂ. ഫ്യൂ, ലിറ്റിൽ, സ്കേഴ്സ്ലി, SCARCELY, സ്കേഴ്സ്ലി, റയർലി, RARELY, റയർലി, സെൽഡം, SELDOM, സെൽഡം. ഓക്കെ, കോമൺ ആയിട്ട് വരുന്ന സംഗതികൾ പറഞ്ഞു. യെസ്, അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, ഫ്യൂ നെഗറ്റീവ് വേർഡാണ്, പക്ഷെ എ ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിറ്റീവ്. ലിറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് വേർഡാണ്, എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്. യെസ്, ഇവിടെ നമുക്ക് ഹാവ് എന്നുള്ളതിന് പകരം അപ്പൊ നോക്കി ആ എ കളഞ്ഞു കഴിഞ്ഞ് ഇപ്പൊ ഇവിടെ പറഞ്ഞ മാറ്റുന്നുണ്ട്. ഐ ഹാവ് എ ഫ്യൂ ഫ്രണ്ട്സ്. അപ്പൊ എ നമുക്കൊന്ന് കളയാം. ഐ ഹാവ് ഫ്യൂ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഫ്രണ്ട്സ് ഇല്ല എന്നാണ്. യെസ്, പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി അത് മാറ്റാം. ഈ ഹാവ് എന്നുള്ളതിന് മുമ്പിൽ ഡോണ്ട് ഹാവ്, ഐ ഡോണ്ട് ഹാവ് എ ഫ്യൂ ഫ്രണ്ട്സ്. പക്ഷെ അതിനേക്കാൾ നല്ലത് ഐ ഹാവ് ഫ്യൂ ഫ്രണ്ട്സ് എന്നുള്ളത്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. യെസ്, അടുത്തത് സെക്കൻഡ് ഇതാണ് ഷീ ഹാസ് ഗോൺ ടു ഡൽഹി. ഷീ ഹാസ് ഗോൺ ടു ഡൽഹി. പറഞ്ഞോളൂ സബിത. Sir, question ഒന്നുകൂടെ ഒന്ന് പറയൂ. She has gone, GONE, gone to Delhi. She has not to go to gone. She has not to gone to Delhi. Not to gone to Delhi. Correct ആണ്. ഈ ഹാസ് കഴിഞ്ഞിട്ട് എന്ത് ചേർത്താൽ മതി? ഒരു നോട്ട്. ഷീ ഹാസ് നോട്ട് ഗോൺ ടു ഡൽഹി. ഇവിടെ നമ്മള് ഒരു കാര്യം മനസ്സിലാക്കണം. എക്സാമ്പിൾ പറയാം. Yes. രണ്ട് സെന്റൻസ് ഞാൻ പറയുന്നത് എഴുതിക്കോ. They have a few friends. They have a few friends. രണ്ടാമത്തെ വാചകം എഴുതിക്കോ. They have gone to, GONE, gone to Delhi. ഓക്കെ, യെസ്. അപ്പൊ ആദ്യത്തെ വാചകത്തില് നമ്മൾ പറഞ്ഞു ആ ഹാവ് കഴിഞ്ഞതിന് ശേഷം ഉള്ള എ കളഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ആക്കാന്ന് പറഞ്ഞു. രണ്ടാമത്തെ വാചകത്തില് നമ്മള് ഹാവ് കഴിഞ്ഞതിന് ശേഷം നോട്ട് ചേർക്കാന്ന് പറഞ്ഞു. അപ്പൊ നെഗറ്റീവ് ആവുമെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും മനസ്സിൽ. ഇത് കഴിഞ്ഞാൽ ഇപ്പൊ എന്താ ചെയ്യേണ്ടത് കൺഫ്യൂഷൻ വരും. ആദ്യത്തില് എ കളഞ്ഞു, അല്ലെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എന്ന് മതി എന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോ ഹാവിന് ശേഷം. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രണ്ടാമത്തെ സെന്റൻസിൽ
നോക്കുക, രണ്ടാമത്തെ സെന്റൻസിൽ ദേ സബ്ജക്റ്റ് ആണ്, ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിലറി വെർബ്, ഹെൽപ്പിംഗ് വെർബാണ്. ഗോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ വെർബ്. യെസ്, അപ്പൊ രണ്ടാമത്തെ വാചകത്തിൽ ഓക്സിലറി വെർബ് ഉണ്ട്, മെയിൻ വെർബ് ഉണ്ട്. ഓക്കെ, പ്രീഡിയില് മെയിൻ വെർബ് ഉണ്ട്, ഓക്സിലറി വെർബ് ഉണ്ട്. ഗോ എന്ന് പറയുന്ന മെയിൻ വെർബിന്റെ മൂന്നാമത്തെ ഫോം ഗോ, വെന്റ്, ഗോൺ അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ ഈ ഹാവ് എന്നുള്ള വേർഡ് മെയിൻ വെർബ് ഉണ്ടെങ്കിൽ ഹാവ് എന്നുള്ള വേർഡ് അവിടെ ഓക്സിലറി വെർബ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്സിലറി വെർബ്. ഇനി ആദ്യത്തെ സെന്റൻസ് നോക്കും. ദേ ഹാവ് എ ഫ്യൂ ഫ്രണ്ട്സ്. ഇവിടെ ഹാവ് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും വെർബിന്റെ മെയിൻ വെർബ് അതിനകത്തുണ്ട്? They have a few friends എന്നുള്ളതിൽ ഇല്ല. അതിന്റെ അർത്ഥം ഇവിടത്തെ ഹാവ് മെയിൻ ഓക്സിലറി വെർബ് അല്ല, മെയിൻ വെർബാണ്. പിടികിട്ടിയോ? അപ്പൊ ഹാസോ ഹാവോ കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ മൂന്നാമത്തെ ഫോമും കൂടി ഉണ്ടെങ്കിൽ ഹാസും ഹാവും ഓക്സിലറി വെർബ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നത്. ഹാസും ഹാവും കഴിഞ്ഞതിന് ശേഷം മൂന്നാമത് അവിടെ ഒരു അത് കഴിഞ്ഞതിന് ശേഷം ഒരു മെയിൻ വെർബ് ഇല്ല എങ്കിൽ അപ്പൊ ഈ ഹാസ് ഹാവ് അവിടെ എന്താണ്? മെയിൻ വെർബാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഗെറ്റ് ദ പോയിന്റ്? യെസ്. മുമ്പ് നമ്മൾ ചെയ്തൊരു കാര്യമുണ്ട്. ഐ ഹാവ് വെച്ച് നമ്മൾ പണ്ട് കുറെ വാചകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ പറഞ്ഞു ഐ ഹാവ് എ കാർ, ഐ ഹാവ് എ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് പറഞ്ഞതിലൊരു വാചകം കൊടുക്കുന്നത് അത് ഐ ഹാവ് എ ലവ്ലി ഹസ്ബൻഡ്. ഐ ഹാവ് എ ലവ്ലി ഹസ്ബൻഡ്. സ്നേഹനിധിയായ ഒരു ഭർത്താവ് എനിക്കുണ്ട്. അങ്ങനെ പറഞ്ഞു, ലവ്ലി ഹസ്ബൻഡ്. യെസ്, എനിക്ക് ലവ്ലി ഹസ്ബൻഡ് ഇല്ല എങ്കിൽ എന്ത് പറയും? നെഗറ്റീവ് ആക്കിയല്ലേ. അപ്പൊ ആ ഹാവ് എന്നുള്ളതിന്റെ മുമ്പിൽ ഡോണ്ട് ആണ് വരാൻ. ഐ ഡോണ്ട് ഹാവ്, അല്ലാതെ ഐ ഹാവ് നോട്ട് അല്ല. എന്തുകൊണ്ട് ഹാവ് കഴിഞ്ഞിട്ട് നോട്ട് വരാത്തത്? നോട്ട് വന്നേരെ എങ്ങനെയാണെങ്കിൽ ഹാവ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ ഒരു മൂന്നാമത്തെ ഫോമും കൂടി അവിടെ ഉണ്ടെങ്കിൽ നെഗറ്റീവ് ആക്കാൻ നോട്ട് വന്നു. ഇവിടെ ഹാവ് കഴിഞ്ഞതിന് ശേഷം എ ലവ്ലി ഹസ്ബൻഡ് എന്നാണ് പറഞ്ഞേക്കണേ. എന്നുവെച്ചാൽ ഒരു പേരാണത്, അതൊരു നെയിമാണ്. യെസ്, വെർബല്ല. അപ്പൊ പേരായതുകൊണ്ട് അത് നെയിം ആയതുകൊണ്ട് അതിനെ നൗൺ എന്ന് പറയും. അതുകൊണ്ടാണ് അവിടെ ഡോണ്ട് ഹാവ് ഉള്ളത്. പിടികിട്ടിയോ? ഗെറ്റ് ദ പോയിന്റ്? ഓക്കെ, അതെപ്പോഴൊന്നും മനസ്സിൽ വിചാരിച്ച് വെച്ചിരുന്നാൽ മതി. എന്തുകൊണ്ടാണ് അവിടെ നോട്ട് വന്നപ്പോൾ ഇവിടെ നോട്ട് വരാത്തത് എന്ന് നമ്മൾ ഒന്ന് മനസ്സിലാക്കി വെച്ചത്. നമ്മൾ ആ ക്വസ്റ്റ്യൻ ടാഗ് പറഞ്ഞപ്പോൾ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതേ എഫക്ട് തന്നെ ഹാഡിനും വരും. ഹാഡിന് എക്സാമ്പിൾ പറയാം. നമ്മള് ക്വസ്റ്റ്യൻ ടാഗ് ഡിസ്കസ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തന്നിരിക്കുന്ന വാചകം പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവും, തന്നിരിക്കുന്ന വാചകം നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കും എന്ന് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. പോട്ടെ, ഇത് പറഞ്ഞു പോയിട്ടുണ്ടോ? അത് വിട്ട് കളഞ്ഞു. പിന്നെ നമ്മൾ അന്നൊരു വാചകം പറഞ്ഞു. ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. ഷീ ഹാഡ് ഈറ്റൻ ബ്രേക്ക്ഫാസ്റ്റ്, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, ഷീ ഹാഡ് ഈറ്റൻ ബ്രേക്ക്ഫാസ്റ്റ്. നിർമ്മിത, ഈ വാചകത്തിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ഒന്ന് പറയാമോ? She had not eaten breakfast. She had eaten breakfast എന്ന് പറയുന്ന വാചകത്തിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ഒന്ന് പറയാമോ? She had not eaten. Question tag ആണോ സർ? ക്വസ്റ്റ്യൻ ടാഗ്. Hadn't she? Very good, correct answer. Very good. Hadn't she? Correct answer. അപ്പൊ ഞാൻ പറയാം. ഓക്കെ, നോക്കി. She had eaten breakfast. അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് hadn't she എന്നാണ്. അതെങ്ങനെ വന്നു എന്ന് നോക്കിക്കഴിഞ്ഞാല് തന്നിരിക്കുന്ന വാചകത്തിൽ നിന്ന് വാചകം പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണെന്ന് നോക്കി. അപ്പൊ ഇത് പോസിറ്റീവ് ആണ്. ഇനി തന്നിരിക്കുന്ന വാചകത്തിന്റെ ഹെൽപ്പിംഗ് വെർബ് ഏതാണെന്ന് നോക്കി. അപ്പൊ ഹാഡ് ആണ്. നെഗറ്റീവ് ആക്കാൻ വേണ്ടി ഒരു നോട്ട് ചെയ്തു. ഹാഡ് പ്ലസ് നോട്ട് ഹാഡിൻഡ്, പിന്നെ ഷീന്ന് എഴുതി. യെസ്. ഇനി അടുത്ത് വേറൊരു വാചകം പറയുന്നു.
ഷീ ഹാഡ് എ സ്കൂട്ടി. അടുത്ത വാചകം ഏതാണ്? ഷീ ഹാഡ് എ സ്കൂട്ടി. ആൻസി. ക്വസ്റ്റ്യൻ ടാഗ് ആണോ സാർ? ക്വസ്റ്റ്യൻ ടാഗ് ആണോ പറയാൻ? ക്വസ്റ്റ്യൻ ടാഗ്. ഷീ ഹാഡ് എ സ്കൂട്ടി എന്നുള്ളതിന്റെ ക്വസ്റ്റ്യൻ ടാഗ്. ഹാഡൻ ഷീ അല്ലേ? ഹാഡിൻഡ് ഷീ. ഐഷ, ഐഷക്ക് ആൻസിന്റെ അഭിപ്രായത്തോട് യോജിക്കാം, വിയോജിക്കാം? യോജിക്കുന്നു. യോജിക്കുന്നു. വലിയ ബുദ്ധിമുട്ടൊന്നും പോകണ്ട, യോജിച്ചാൽ പിന്നെ പ്രശ്നമില്ല. പ്രവീണ, യോജിക്കാം, വിയോജിക്കാം? യോജിക്കുന്നു സാർ. യോജിക്കുന്നു. ആരതി? യോജിക്കുന്നു സാർ. യോജിക്കുന്നു. ജിൻസി? യോജിക്കുന്നു സാർ. വിയോജിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? വിയോജിക്കുന്നു. എന്താണ് നർമ്മിയുടെ അഭിപ്രായം? ഷീ ഹാഡ് എ സ്കൂട്ടി അല്ലേ സർ? അതെ അല്ലേ? ഡിഡിന്റ് ഷീ അല്ലേ? വെരി ഗുഡ്. ഡിഡിന്റ് ഷീ ആണ് ആൻസർ. യെസ്, ഡിഡിന്റ് ഷീ. കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് പ്രശ്നം എന്നറിയാമോ? ഇതിവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം കിടക്കുന്നത്. അന്നേരത്തെ ഞാൻ പറഞ്ഞപ്പോ ഹാസ് ഹാവും വെച്ചാ പറഞ്ഞത്. ഇവിടെ ഹാഡ് ആയിരുന്നു മാത്രമേ നോക്കി. നമുക്കറിയാം തന്നിരിക്കുന്ന വാചകം പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഡിഡ് ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഡു അല്ലെങ്കിൽ ഡസ്. ഇപ്പൊ മറന്നുപോയിട്ടുണ്ടാവും, ഞാൻ ഓർമ്മിപ്പിച്ചു പറഞ്ഞു. ഇവിടെ നോക്കി രണ്ടാമത്തെ വാചകം ഷീ ഹാഡ് എ സ്കൂട്ടി. ആ ഹാഡ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ ഏതെങ്കിലും ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ട്. പിന്നെ വന്നേക്കണ എന്താണ്? എ സ്കൂട്ടി എന്നാണ്. അപ്പൊ ഇതിനകത്ത് പിന്നൊരു മെയിൻ വെർബ് ഒന്നുമില്ല. അപ്പൊ ഹാഡ് എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ മെയിൻ വെർബ്. യെസ്, അത് തന്നെയാണ് ഇതിന്റെ മെയിൻ വെർബ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അത് ഏത് ടെൻസ് ആണ് നോക്കാം. ഹാസിന്റെയും ഹാവിന്റെയും പാസ്റ്റ് ടെൻസ് ആണ് ഹാഡ്. അപ്പൊ ഇത് പാസ്റ്റ് ടെൻസിലുള്ള വാചകം എന്ന് വിചാരിച്ചോളാം. ഇനി തൊട്ട് മുകളിൽ വേറെ വാചകം നോക്കി. ഷീ ഹാഡ് ഈറ്റൻ ബ്രേക്ക്ഫാസ്റ്റ്. അവിടെ ഹാഡ് കഴിഞ്ഞതിന് ശേഷം ഈറ്റ് എന്ന് പറയുന്ന വെർബിന്റെ മൂന്നാമത്തെ ഫോം ഈറ്റൻ വന്നിട്ടുണ്ട്. ഈറ്റ്, എയ്റ്റ്. യെസ്, അപ്പൊ നമുക്ക് പറയാം ആ സെന്റൻസ് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് ആണത്. യെസ്, അപ്പൊ ഹാഡ് വന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഹാഡിന്റെ എഴുതാൻ പാടില്ല. ഹാഡ് കാണുമ്പോൾ തന്നെ നോക്കണം തൊട്ടപ്പുറത്ത് എന്തുണ്ടോ നോക്കണം. വെർബിന്റെ മൂന്നാമത്തെ ഫോം ഉണ്ടോ? അപ്പൊ നമുക്ക് ഹാഡിന്റെ എഴുതാം, കുഴപ്പമില്ല. യെസ്, നേരെ മറിച്ച് രണ്ടാമത്തെ വാചകത്തിന് മൂന്നാമത്തെ ഫോമിന് പകരം എ സ്കൂട്ടി എന്നാണ്. അപ്പൊ അത് പാസ്റ്റ് ടെൻസിലാണ് വിചാരിച്ചു. ഓക്കെ, ഇത് തന്നെയാണ് ഞാൻ ഹാസ് ഹാവും വെച്ച് നേരത്തെ പറഞ്ഞത്. യെസ്, ഓക്കെ. അപ്പൊ ഓക്കെ പറഞ്ഞതാ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, അപ്പൊ ഇത് എല്ലാവർക്കും പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മള് ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. എന്താണ് വെർബ്? ആ വെർബിനെ എത്രയായിട്ട് വിഭജിക്കാം? രണ്ടായിട്ട് വിഭജിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വിഭജിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള വെർബിന്റെ നെഗറ്റീവ് സെന്റൻസ് എഴുതുന്നത് എങ്ങനെയാന്ന് നോക്കി. നമ്മള് ഓക്സിലറി വെർബ് ഉള്ള സെന്റൻസിന്റെ നെഗറ്റീവ് മാത്രമേ നമ്മൾ നോക്കിയിട്ടുള്ളൂ. ഇനി നമുക്ക് കുറച്ചുകൂടി നോക്കാനുണ്ട്. ബാക്കിയുള്ളതൊന്നും ആലോചിക്കേണ്ടതാണ്. യെസ്, അപ്പൊ ഇത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്സിലറി വെർബ് ഉള്ള സെന്റൻസിന്റെ നെഗറ്റീവ് വാചകം എഴുതാൻ വേണ്ടിയിട്ട് എന്ത് ചേർത്താൽ മതി? ഒരു നോട്ട് ചേർത്താൽ മതി. നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ ആ ഓക്സിലറി വെർബ് കഴിഞ്ഞിട്ട് ഒരു നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറുന്നു? അത് നെഗറ്റീവ് വാചകമായിട്ട് മാറും. യെസ്, അപ്പൊ അത് നോക്കട്ടെ. ഓക്കെ, യെസ്, ചോദ്യം എല്ലാവരോടും കൂടിയാട്ടോ. ഒരു കടങ്കഥയാണ്, ഇംഗ്ലീഷിലാണെന്ന് മാത്രമേ. ഇംഗ്ലീഷിലുള്ള ഒരു കടങ്കഥ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, സിമ്പിൾ ചോദ്യം. നിങ്ങൾ ആലോചിച്ചിട്ട് മറുപടി പറയാം.
ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു, കാരണം സാറ് പണ്ട് ചോദിച്ചാണ്. യെസ്, ഓക്കെ. നമുക്ക് 2-3 മിനിറ്റ് കൂടി ഉള്ളൂ. A man has 6 sons. 6 SIX other sons, SONS son, മക്കൾ. A man has 6 sons. Each son has 2 sisters. TW2. Each son has 2 sisters. How many children are there? എത്ര കുട്ടികൾ അവിടെ ഉണ്ട്? A man has, മനസ്സിൽ വെച്ചോ, a man has 6 sons. Each son has 2 sisters. How many children are there? 12. 12. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഞാൻ ശരിയെന്ന് തെറ്റെന്ന് പറയുന്നില്ല കേട്ടോ, അവിടെ നിൽക്കട്ടെ. കാരണം ശരി Sir, 8 ആണോ? 8 ആണോ? 8. 8. ആരതി 8, ജിൻസി 8, നാമിത 12. ഓക്കെ, പിന്നെ 8. ആർസു 8. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിന് പറയാട്ടോ. ഏതാണ് ശരിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് പറയാത്തത് വേറെ ഒന്നും കൊണ്ടല്ല. ശരിയായിട്ട് ഉത്തരം പറഞ്ഞ പിന്നെ അതിന്റെ ചോറ് പിടിച്ച് പോകില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായം പറയാനായിട്ട് സ്വാതന്ത്ര്യമില്ലേ? 12. ഐഷ 12-ലാണ്. അപ്പൊ നർമ്മിതരൊപ്പം ഐഷയുണ്ട്. യെസ്, സബിത. ഓക്കെ, പ്രവീണ എന്താ പറഞ്ഞ? 12. ഓക്കെ ഓക്കെ, കറക്റ്റ് ആൻസർ എത്രയാണ്? 8 ആണ്. 8 is the correct answer. ഓക്കെ, 8 is the correct answer. അപ്പൊ നമുക്ക് നോക്കാം. യെസ്, 8 ആദ്യം പറഞ്ഞവർക്കും തുടർന്ന് പറഞ്ഞവർക്കും അഭിനന്ദനം. ഓക്കെ, ഒരാൾക്ക് 6 കുട്ടികളുണ്ടെന്ന് പറഞ്ഞു. യെസ്, 6 sons. അപ്പൊ അത് 6 പേര് അവിടെ ഉണ്ട്. പിന്നെ 6 പേർക്കും 2 സിസ്റ്റേഴ്സ് ഉണ്ടെന്ന് പറയും. അപ്പൊ അങ്ങനെ 2 സിസ്റ്റേഴ്സ് മതി. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് എല്ലാവർക്കും ഈ 6 ആൺമക്കൾക്ക് 2 സിസ്റ്റേഴ്സ് പോരാ, ആകെ 2 മതിയല്ലോ. യെസ്, അപ്പൊ 8 പേര് മതി. ഓക്കെ, വെരി ഗുഡ്. വൺ മോർ ക്വസ്റ്റ്യൻ. യെസ്, a 5-letter word. നമ്മളിപ്പോ GO 2 ലെറ്റർ, അങ്ങനെ 5 ലെറ്റർ ഉള്ളൊരു വേർഡ്. A 5-letter word. Yes, a 5-letter word becomes short. When you add 2 letters. When you add 2 letters to it. So a 5-letter word, when you add 2 letters, it becomes short. A 5-letter word, and അത് നിങ്ങൾക്ക് 2 വേർഡ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് 5 വേർഡിന്റെ കൂടെ 2 വേർഡ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പൊ അത് ഷോർട്ട് ആവും. അതല്ല ആരതി, Sir, E-യും R-ഉം ആണോ? E-യും R-ഉം എങ്ങനെയാണ് ഉദ്ദേശിച്ചത് പറയൂ. ആൻസർ ചെയ്ത് ലെറ്റേഴ്സ് അല്ലേ സാർ ഉദ്ദേശിച്ചേ? അതെ, 5 ലെറ്റർ ഉള്ളൊരു വേർഡ് ആദ്യം പറയാം. അതിനോട് ഈ ആസു വെരി ഗുഡ്, ആസു പറഞ്ഞ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇന്റലിജൻസ്. ഓക്കെ, 5 ലെറ്റർ വേർഡ് ഷോർട്ട് എന്നുള്ളതാണ്. SHORT, 5 ലെറ്റർ.
നിങ്ങളോട് ആഡ് ചെയ്യാൻ പറഞ്ഞ രണ്ട് ലെറ്റർ EN ആണ്. EN. ആ EN എന്ന് പറയുന്ന വേർഡ് ഈ ഷോർട്ടിന്റെ അറ്റത്ത് കൊണ്ടുപോയിട്ട് ആഡ് ചെയ്യാം. അപ്പൊ എന്തായി? ഷോർട്ടന് SHORT. ഷോർട്ട്. ഷോർട്ടൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുതാവുക എന്നാണ്. യെസ്. സാറി വേണ്ടാത്ത അർത്ഥമൊക്കെയാണ് വിചാരിച്ചത് എന്ന് വിചാരിക്കും അല്ലേ? ചുമ്മാ എനിക്ക് 2 മിനിറ്റ് കൂടെ ഉണ്ടായുള്ളൂ, അതുകൊണ്ട് ചോദിച്ചാൽ. യെസ്, ഓക്കെ. അപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും നോക്കാം. അപ്പൊ സമയമായതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യണം. സോ ഹാർട്ടി താങ്ക്സ് ഫോർ യുവർ ഡീപ് ഇൻവോൾവ്മെന്റ് ഇൻ ദ ക്ലാസ്. ഉള്ളത് കുറച്ചു പേരുണ്ടെങ്കിലും ഉള്ളവരൊക്കെ ലൈവ് ആണ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, സൈൻ ഔട്ട് ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ക്ലോസ് ചെയ്യാം. Good morning, sir and my dear friends. It is an honor to deliver the sign out at the conclusion of today's class. On behalf of this class, I extend our sincere gratitude, our Job sir, for your valuable class and inspiring words. Your presence added is very great to the class. Hearty welcome. Thank you to all my students and my sir. Thank you all, and thank you, my dear friends. Okay. Thank you, sir. Yes, for your good words. Okay, we will meet in the next class. Okay, bye. Thank you, sir. Okay.